ഈ ശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി 6ാമത്തെ വീഡിയോ. മൈക്കൽ കാര്യമറ്റച്ചൻ്റെ ലേഖനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ലിറ്റർജിയെക്കുറിച്ചുള്ള പഠനം കണ്ടിന്യൂ ചെയ്യാണ്. അച്ഛൻ്റെ വാക്കുകൾ. ഡി, അച്ഛൻ്റെ കത്തിനകത്തുള്ള ഡി, ബലിയർപ്പണ വേദി. അത്താഴമേശയിൽ സംഭവിച്ചത് അടയാളങ്ങളോടെയുള്ള ബലിയർപ്പണമായിരുന്നു, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും. പിറ്റേന്ന് ഗാഗുൽത്തായിലെ കുരിശിൽ അത് ശാരീരികമായി യാഥാർത്ഥ്യമാക്കപ്പെട്ടു. അത്താഴമേശയിൽ ശിഷ്യന്മാർക്ക് മധ്യേ കൗതാശികമായി നടന്ന ബലിയർപ്പണം ഗാഗുൽത്തായിൽ പട്ടണത്തിന് വെളിയിൽ എല്ലാവർക്കും കാണാൻ കഴിയും വിധം പൊതുവഴിയിലാണ് യാഥാർത്ഥ്യമായത്. ഇതിന്റെ ഓർമ്മയല്ലേ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പുനരാവിഷ്കരിക്കുന്നത്? അതേയെങ്കിൽ ഇതാണ് അതേയെങ്കിൽ പിന്നെ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കുക. ഇതിനും തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? അച്ഛൻ എന്താ പറഞ്ഞത്? സ്ഥലം മാറുന്നില്ല. അതായത് അന്ത്യത്താഴത്തിൽ പാദക്ഷാളനും കുർബാന സ്ഥാപനവും ഒക്കെ ഒറ്റ മേശയ്ക്ക് ചുറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വചനവേദി വേണ്ട, ബലിവേദി വേണ്ട, ഒറ്റ വേദി മതി എന്നാണ് അച്ഛൻ പറഞ്ഞതിന്റെ ചുരുക്കം. സ്ഥലം മാറുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ നിർത്തി. ഇപ്പൊ പറയണു സ്ഥലം മാറിയെന്ന്. അതായത് അന്ത്യത്താഴത്തിൽ നിന്ന് ഗാഗുൽത്തായിലേക്ക്, കാൽവരിമലയ്ക്ക് യേശു പോയെന്ന് പറയണു. അതിന്റെ ഓർമ്മയാണെന്ന്. അപ്പോ സ്ഥലം മാറിയില്ലേ? അന്ത്യത്താഴത്തിന്റെ ആ മുറിയിൽ നിന്നും കാൽവരിലേക്ക് യേശു പോയില്ലേ? അതിന്റെ ഓർമ്മയാണെന്നല്ലേ അച്ഛൻ പറഞ്ഞേ. അപ്പൊ സ്ഥലം മാറുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞത് അച്ഛൻ തന്നെ ഗണ്ഡിക്കുകയല്ലേ? പിന്നെ കുരിശിൽ നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗമേ മൽപ്പാനച്ചൻ വിവരിച്ചുള്ളൂ. അവിടെ നടന്നത് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയോ? ഇല്ല. കുരിശിലെ ബലി എന്ന് പറഞ്ഞു. എന്താണ് കുരിശിലെ ബലി? അതവിടെ അച്ഛൻ വ്യക്തമാക്കിയോ? ഇല്ല. അതായത് എല്ലാവരും കാണുക യേശു മരിച്ചു എന്നാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പള്ളിയിലെ അച്ഛൻ എല്ലാവരും കാണുക ജനാഭിമുഖം നിൽക്കണമെന്നാണ് പറഞ്ഞതിന്റെ ധ്വനി. എന്നാൽ കുരിശിൽ എന്താ സംഭവിച്ചത്? കുരിശിൽ എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഹെബ്രായ ലേഖനത്തിലാണ്. ഹെബ്രായ ലേഖനം മുഴുവൻ അതിന്റെ വ്യാഖ്യാന. ഞാൻ 9ാമത്തെ അധ്യായം 11, 12 വാക്യങ്ങളും 27, 28 വാക്യങ്ങളും ഒന്ന് പറയാണ്. ക്രിസ്തുവോ വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈകൊണ്ട് പണിതതല്ലാത്ത, എന്നാൽ എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുതും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ. വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ടാണ് യേശു വന്നത്. കൈകൊണ്ട് പണിതൊരു കൂടാരത്തിലല്ല. അതായത് സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത ഒരു കൂടാരത്തില്, അത് വലുതും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പച്ചക്കിടങ്ങുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോ കുരിശിൽ കർത്താവ് മരിച്ചു എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞ സ്വർഗത്തിൽ വിശുദ്ധ മന്ദിരയ്ക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് സാധിച്ചത് സ്വന്തം രക്തം കൊണ്ട്. അപ്പൊ കുരിശിലെ ബലി എന്ന് പറയുന്നത് നമ്മൾ കാൽവരിയിൽ കാണുന്ന ഒരു സംഗതി മാത്രമല്ല, അത് ഭാഗ്യമായ സംഗതിയാണ്. ആന്തരികമായിട്ട് യാഥാർത്ഥ്യം നടന്നത് സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് അവൻ സാധിക്കുകയാണ് സ്വന്തം രക്തം, സ്വന്തം ജീവൻ കൊടുത്തിട്ട്. കുരിശിലേറിയപ്പോൾ, കുരിശിലേറ്റത്തിനെ മഹത്വവൽക്കരണമെന്ന് യോഹന്നാൻ പറയുന്നതിന്റെ കാരണം ഇതാണ്. കുരിശിലേറിയപ്പോൾ യേശു കൂടാരത്തിൽ കൂടി, കൈപ്പണിയല്ലാത്ത കൂടാരത്തിൽ കൂടി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സ്വന്തം രക്തത്താൽ സാധിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് അതേ അധ്യായത്തിൽ പറയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കിയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും, പാപപരിഹാരാർത്ഥമല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോ കുരിശില് മരിച്ചത് ഒരിക്കൽ എന്നൊക്കെ മരിച്ചത് പാപങ്ങളുടെ മോചനത്തിനായി. ഇനി വീണ്ടും വരും. അത് പാപങ്ങളുടെ മോചനത്തിനല്ല, അവനെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. ചുരുക്കത്തില് കാൽവരി മലയിലെ ബലി എന്ന് പറയുന്നത് 4 ആൾ കാണുക ചെയ്തുവെന്ന് മൈക്കൽ കാര്യമറ്റച്ചൻ പറയുമ്പോൾ വൈദികനും ജനങ്ങളും മുഖത്തോട് മുഖം നോക്കി നിൽക്കണം. ആ അച്ഛൻ ചെയ്യുന്നതാണ് യേശു ചെയ്ത കാര്യം എന്ന് വ്യാഖ്യാനിക്കുന്നത് അതിന്റെ ഉള്ളടക്കം, കുരിശിലെ ബലിയുടെ ഉള്ളടക്കം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഉള്ളടക്കം എന്താണ്? യേശു സ്വർഗത്തിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് സ്വന്തം ജീവൻ, സ്വന്തം രക്തം പകരം കൊടുത്ത് നമ്മളെ വീണ്ടെടുക്കുകയാണ്.
അപ്പൊ കുരിശിലെ കാണുന്നത് നമ്മൾ കാണുന്ന സംഗതി അത് കാണപ്പെടുന്നതാണ്. യാഥാർത്ഥ്യം സ്വർഗത്തിലാണ് സംഭവിച്ചത്. ഇതാണ് ഹെബ്രായ ലേഖനം പറയണേ. അതുകൊണ്ട് കർത്താവ് കുരിശിലിങ്ങനെ മരിച്ചതിനെ നോക്കി കുറെ ആളുകൾ നിന്നു, അതുപോലെ അച്ഛൻ ചെയ്തു നോക്കി ജനങ്ങൾ നിൽക്കണമെന്ന് പറയുന്നത് ഈ വിശുദ്ധ കുരിശിലെ ബലിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ബാഹ്യമായ അടയാളങ്ങൾ മാത്രം രമിക്കുന്നവർക്ക് അത് മതി, ഉള്ളടക്കം അതല്ല. അതിനാൽ അച്ഛൻ പറഞ്ഞതിനകത്ത് പോരായ്മയുണ്ട്. തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പോരായ്മയുണ്ട്. കൂടുതൽ കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം.